നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ്. അത്ഭുതകരമായ രുചിയും ആകർഷമായ സുഗന്ധമുള്ള ഒരു രുചികരമായ പഴം മറ്റൊന്നുമല്ല, മാമ്പഴം തന്നെ. ഉയർന്ന അളവിൽ വിറ്റാമിൻ എ, സി എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നതിനാൽ വർഷം മുഴുവനും ഇതിന് വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യാൻ കഴിയുന്ന മാവുകളാണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, കൊളമ്പി മാങ്ങ, നീലം, പ്രിയൂർ, കരപ്പാടി, കിളിമുക്ക് എന്നിവ. മാവ് പൂക്കാനും കായ്ക്കാനും മടി കാണിക്കുന്നുണ്ടോ? ചില മാവുകൾ 7-10 വർഷമായാലും പൂക്കാതെയും കായ്ക്കാതെയും ഒരേ നിൽപ്പ് നിൽക്കും. ഇത്തരം മാവുകളിൽ നിറയെ മാങ്ങ ഉണ്ടാകാൻ ചില വഴികളുണ്ട്. അതുപോലെ അതിതീവ്ര സാന്ദ്രതാ നടീൽ രീതി ഉപയോഗിച്ച് നമുക്ക് വാഴ കൃഷി ചെയ്യുന്നത് പോലെ മാവ് കൃഷി ചെയ്യാം. ഇത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് മാവുകൾ ആദ്യം പൂക്കുന്നത്. നവംബർ-ഡിസംബർ മാസത്തിൽ പൂവിടുകയും മാർച്ചിൽ ഏപ്രിൽ മാസത്തോടെ വിളവെടുക്കുകയും ചെയ്യും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ-മെയ് മാസങ്ങളിലാണ് മാങ്ങ വിളവെടുക്കുക. മാവിൻ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ളതും രോഗമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കുക. മാവിൻ തൈകൾ നടുന്നതിന് അനുയോജ്യമായ സമയം ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ്. മാവിൻ തൈ നട്ട ശേഷം ആഴ്ചയിൽ 2 തവണയെങ്കിലും നനയ്ക്കണം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ വളം ചേർക്കണം. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. കായ്കൾ മൂപ്പെത്തുന്ന സമയത്ത് പക്ഷികളിൽ നിന്നും സംരക്ഷണം നൽകണം. പൂക്കുകയും കായ്ക്കുകയും ചെയ്യാത്ത മാവിൻ്റെ തടം തുറന്ന് വേരുകൾ തെളിഞ്ഞു കാണത്തക്ക വിധത്തിൽ 2 ആഴ്ച വെയിലേറ്റ് കിടക്കാൻ അനുവദിക്കണം. ഈ പൊടിഞ്ഞ ചാണകപ്പൊടിയും ചാമ്പൽ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നിവയടങ്ങിയ മിശ്രിതം 10 കിലോഗ്രാം ചേർത്ത് മണ്ണിട്ട് മൂടണം. പിന്നീട് കരിയിലയിട്ട് പുതച്ച് നന്നായി നനയ്ക്കണം. തളിര് വരുന്ന സമയത്ത് വെട്ടിമുറിച്ചിടുന്ന കീടങ്ങൾ പ്രശ്നം തന്നെയാണ്. ഇവയെ ഒഴിവാക്കാൻ 2% വീര്യമുള്ള വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തുടക്കത്തിൽ തളിക്കാം. ഹോർമോണുകൾ പ്രയോഗിക്കാതെ മാവ് പൂക്കാനുള്ള വഴികളാണ്: മാവിൻ്റെ തൈത്തടിയിൽ നിന്ന് മോതിരത്തിൻ്റെ വീതിയിൽ ഒരിടത്ത് തൊലി വട്ടത്തിൽ നീക്കം ചെയ്യാം. അതുപോലെ തൈത്തടത്തിൽ ആഴത്തിലല്ലാതെ വരഞ്ഞിടുന്നത് നല്ലതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 10 കിലോഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് കലർത്തി ഇലകളിൽ തളിക്കാം. മാവിനടിയിൽ പുകയിടുന്നതും മാവ് കായ്ക്കാൻ നന്നായി സഹായിക്കും. തുണ്ടും കരിയിലയും ഉപയോഗിച്ച് പുകയ്ക്കാവുന്നതാണ്. ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടും പൂക്കാത്ത മാവുകൾ ഹോർമോൺ പ്രയോഗം നടത്തി നോക്കാം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ്. മാവിൻ്റെ തളിരുകൾ എങ്ങനെയാണ് മുറിഞ്ഞു താഴെ വീഴുന്നത്? മാന്തളിർ മുഴുവിൻ്റെ ഉപദ്രവമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവ കുഞ്ഞൻ വണ്ടുകളുടെ രൂപത്തിലുള്ള പ്രാണികളാണ്. കൂട്ടത്തോടെ വന്ന് തളിരിലകൾ മുറിച്ച് അതിൽ മുട്ടകളിട്ട് തറയിലേക്ക് വീഴ്ത്തും. ഏകദേശം 50 മുതൽ 55 ദിവസങ്ങൾക്കുള്ളിൽ ഇവ വീണ്ടും വണ്ടുകളായി മാറും. അങ്ങനെയാണ് മാവിൻ്റെ തളിരുകൾ നശിക്കുന്നത്. ഇത് ഒഴിവാക്കാനുള്ള പരിഹാരമാണ് മാന്തളിർ മുറിയിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് മാവ് തളിർത്ത് ഇലകൾ വിടർന്ന് 1 ഇഞ്ച് വീതി എത്തുമ്പോൾ 2% വീര്യമുള്ള വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തളിക്കാം. 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളി നീരും 5 ഗ്രാം ബാർ സോപ്പും ഉപയോഗിച്ച് മിശ്രിതം തയ്യാറാക്കാം. ഒരു മാമ്പഴത്തിൻ്റെ കുറഞ്ഞ താപനില ഏകദേശം 10 ഡിഗ്രി വരെ അതിജീവിക്കാൻ കഴിയും. അതിനാൽ അത്തരം കാലാവസ്ഥകളിൽ മാമ്പഴം വളർത്തുന്നത് ഒഴിവാക്കുക. ചെറിയ ശാഖകൾക്കും ഇലകൾക്കും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ മാമ്പഴത്തോട്ടത്തിൽ ചൂടുള്ള അന്തരീക്ഷം വികസിപ്പിക്കാൻ മറക്കരുത്. മാമ്പഴം വളർത്തുമ്പോൾ വിത്ത് മണ്ണിൻ്റെ ഉപരിതലത്തിന് മുകളിൽ 1/4 ഇഞ്ച് നീണ്ടു നിൽക്കുന്ന രീതിയിൽ സ്ഥാപിക്കണം. മണ്ണ് തുല്യമായി ഈർപ്പമുള്ളതായി നിലനിർത്തുകയും കുറഞ്ഞത് 70-21 ഡിഗ്രി താപനില നിലനിൽക്കുന്ന സ്ഥലത്ത് കലം സ്ഥാപിക്കുകയും വേണം. 8 മുതൽ 14 ദിവസം വരെ മുളയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.